ഹലോ, അപ്പോൾ ഇന്ന് ടെക് ഫോക്കസ് ഉള്ളത് കൊടുകുത്തിപ്പാറയിലാണ്. അപ്പോൾ കൊടുകുത്തിപ്പാറയുടെ വിശേഷങ്ങളുമായി നമുക്ക് പാറയിലേക്ക് പോകാം. ഫസ്റ്റ് ഇവിടേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-25 സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ അതാ സെറ്റപ്പ്. കുട്ടികൾക്കൊക്കെ വരികയാണെങ്കിൽ നല്ലതുപോലെ ആടിക്കളിയാം. അതുകൊണ്ട് നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല, നമുക്ക് തുടക്കമേ ആയുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് കയറണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ കൊടുകുത്തിപ്പാറയിലേക്ക് ആദ്യം നമ്മൾ താഴ്ന്ന് കയറി വരുന്ന ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്ന ഒരു ആദ്യ പടിയാണ്. അതായത് ഇവിടെ നിന്ന് വലത്തോട്ട് പോയാൽ നമ്മുടെ ഒരു പോർഷൻ പാറ തിരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ പോവാം. നേരെ പോകുമ്പോഴാണ് നമ്മുടെ കൊടുകുത്തിപ്പാറ ഉള്ളത്. അവിടെ നിന്ന് നേരെ കയറി വരുമ്പോൾ നമ്മൾ ഈ കറങ്ങി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പാറയുടെ മുകളിൽ വരും. ഈ പാറയുടെ മുകളിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, കാരണം അത്രത്തോളം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരുമ്പോൾ നമുക്ക് അവിടെ വന്ന് നിന്ന് ഈ താഴത്തെ വ്യൂവും ഒക്കെ തന്നെ നമുക്ക് മുകളിൽ കാണാനുള്ള വേലിയും സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അവിടെ വന്ന് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഈ കൊടുകുത്തിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതിന് മുകളിൽ കയറി കിട്ടിയാണ്ടല്ലോ നല്ല രസമാണ്. നല്ല അതിമനോഹരമായ നിലയിലുള്ള പ്രകൃതി എങ്ങനെയാണോ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളെ മനസ്സിനെ ആസ്വദിക്കാൻ കഴിയുന്ന നിലയിൽ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്, അതാണ്. ഇതാണ് കൊടുകുത്തിപ്പാറയുടെ മുകളിൽ നമ്മൾ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാണുന്ന പാറയാണ് നമ്മുടെ കൊടുകുത്തിപ്പാറ എന്ന് പറയുന്ന പാറ. ഏകദേശം ഇത് ഭൂനിരപ്പ് നമ്മൾ കണക്ക് നോക്കണമെങ്കിൽ ഏകദേശം ഒരു 800 മീറ്ററിന് മുകളിൽ, ഏകദേശം 1 കിലോമീറ്ററോളം തന്നെ ഭൂനിരപ്പിൽ മുകളിലാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളവും സൗകര്യങ്ങളൊക്കെ ആയിട്ട് വരിക. കാരണം ഇതിന് മുകളിലേക്ക് വരുന്ന അത്യാവശ്യം നല്ല ഒരു സാഹസികം നിറഞ്ഞ ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാണുന്നതൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. കാരണം ഇതെല്ലാം ഒരു 3-4 കട്ടിങ്ങുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കട്ടിങ്ങിലും നമുക്ക് നിന്നിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റും. അത് ആ താഴെ കാണുന്നത് ഒരു കട്ടിങ്ങാണ്. ഫുള്ള് മലകൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ മറുസൈഡിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പാറയിൽ നമ്മൾ കണ്ടതും ഇതേ രീതിയിൽ തന്നെയാണ്. അവിടെയും ഇതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ പാറയുടെ, ഈ വലിയ പാറയുടെ മറുഭാഗമാണ്. കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. ഇതിലൊരു 3 പോർഷനായിട്ട് ഈ പാറ തിരിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നാൽ നിന്ന് കാണാൻ പറ്റുന്ന നിലയിൽ ഒരു 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കാറ്റ് കുറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. സൂപ്പർ ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണിത്. കാണാത്തവർ വരിക. ഇത് വരേണ്ട റൂട്ടെന്ന് വെച്ചാൽ നമ്മൾ നേരെ മടത്തറയിൽ നിന്ന് വരുമ്പോൾ ഓന്തുവച്ചയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ വരുമ്പോൾ ആനക്കുളം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു എൻട്രി ഫീസ് ഉണ്ട്, 30 രൂപ വലിയ ആൾക്കാർക്ക് ഉണ്ട്. പിന്നെ എൻട്രൻസ് ഫീസ് വണ്ടി കൊണ്ടുവരുന്നെങ്കിൽ അതിനൊരു 30 രൂപ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഒരു 2 കിലോമീറ്ററോളം ഏകദേശം മൊത്തം നമ്മൾ നടന്ന് കയറി വരുമ്പോൾ ഏകദേശം ടോട്ടലി ഉണ്ടാവും. എന്നാലും വന്നാൽ അത് സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുകുത്തിപ്പാറയുടെ വിശേഷങ്ങൾ. മറ്റു വിശേഷങ്ങളും വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.